ഒരു തന്ത്രശാലിയായ ഗെയിമറായിട്ടാണ് രേണുവിനെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ കാണുന്നത്. ഇന്നലെ തനിക്ക് തലവേദനയാണെന്ന് രേണു ക്യാപ്റ്റനായ അനീഷിനോട് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ രേണു കുറച്ചു സമയം വിശ്രമിക്കട്ടെ എന്ന് അനീഷ് പെർമിഷനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ രേണുവിന്റെ തലവേദന കള്ളമാണെന്നായിരുന്നു അപ്പാനി ശരത്തിന്റെയും അഭിലാഷിന്റെയും വാദം. തലവേദന ഉള്ള ഒരാൾക്ക് ഞൊടിയിടയിൽ അത് മാറിയോ എന്നും എന്തിനാണ് അഭിനയമെന്നും പറഞ്ഞ് അവർ ഇരുവരും രേണുവുമായി അടിയുണ്ടാക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ നീയൊക്കെ ആണോടാ എന്റെ തലവേദന തീരുമാനിക്കാൻ എന്നും പറഞ്ഞ് കട്ടക്ക് നിൽക്കുന്ന രേണുവിനെയാണ് പ്രേക്ഷകർ ഇന്നലെ കണ്ടത്. തനിക്ക് തലവേദനയാണെന്നും കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നും രേണു അവരോട് മുഖത്തു നോക്കി പറയുകയാണ് ചെയ്തത്. ഇത്രയും മല്ലന്മാർക്കൊപ്പം ഒറ്റക്ക് നിന്നാണ് രേണു സുധി അവിടെ പൊരുതിയിരിക്കുന്നത്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് രേണു നേരെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഷാനുവിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പരിഗണന നൽകുന്നത് കണ്ടില്ലെന്നും പറഞ്ഞതായി അടുത്ത അടി കൂടി ഒച്ചയെടുത്ത രേണുവിന് തലവേദന കൂടിയതോടെ ഡോക്ടറുടെ സേവനം ആവശ്യമാണെന്ന് അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് വന്ന ഷാനു രേണുവിന് മാത്രം അനീഷ് പരിഗണന നൽകുമെന്നും പറഞ്ഞ് അടുത്ത അടിയും തുടങ്ങി. അങ്ങനെ രേണുവിന്റെ തലവേദനയിൽ നിന്ന് തുടങ്ങിയ കണ്ടന്റാണ് ഇന്നലെ മൊത്തം ഓടിയത് എന്നുള്ളതാണ് സത്യം. ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് കൊടുക്കാൻ രേണു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രേണു സുധി എന്ന പേരിന് പുറത്ത് നല്ല മൈലേജ് ഉണ്ടെന്ന് അറിയുന്ന അപ്പാനി ശരത്തും അഭിലാഷും രേണുവിനെതിരെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. രേണുവുമായി ക്ലാഷ് ഉണ്ടാക്കുന്നതോടെ തങ്ങളുടെ പേര് പ്രേക്ഷകർക്ക് പരിചിതമാകുമെന്നും അങ്ങനെ ആളുകളിലേക്ക് എത്താമെന്നും അവർ കരുതുന്നത് പോലെയാണ് നിലവിലെ പോക്ക്. എന്നാൽ രേണു പെട്ടെന്നൊന്നും ആ കുതന്ത്രങ്ങളിൽ വീഴുമെന്ന് തോന്നുന്നില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പാട്ടുപാടി മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും കയ്യിലെടുക്കുന്ന രേണുവിനെയും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ശാരികയും രേണുവും നേർക്കുനേർ വരുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ. പക്ഷേ ഇതുവരെ അവർ ഇരുവരും തമ്മിൽ വലിയ ഫൈറ്റൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ദിവസം ഒന്നല്ലേ കഴിഞ്ഞുള്ളൂ. രേണു സുധി അത്ര പെട്ടെന്ന് പതറുന്ന കൂട്ടത്തിൽ അല്ലെന്നാണ് ഇതുവരെയും ഉള്ള വിലയിരുത്തൽ. ഏതായാലും രേണു സുധിയിൽ നിന്നും ബിഗ് ബോസ് രേണുവിലേക്കുള്ള വളർച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. രേണുവിന്റെ പേരിൽ ആർമി ഗ്രൂപ്പുകൾ വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് രേണുവിന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് കൂടുതൽ അറിയാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.